നമസ്കാരം. നമ്മളിന്ന് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടി പോകുന്നത് ഇപ്പോൾ MA-PC MA സൈക്കോളജി ഇഗ്നോയിൽ നിന്ന് നമ്മൾ പാസ്സായതിന് ശേഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നമ്മളോട് തന്നെ ചോദിക്കുന്നുണ്ട്, ഇനി ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത്. കാരണം പലപ്പോഴും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ജോലിക്ക് വേണ്ടി ചെല്ലുമ്പോഴാണ് നമ്മൾ ഡിസ്റ്റൻ്റായിട്ട് പഠിച്ചവരാണ്, നിങ്ങളെ ജോലിക്ക് എടുക്കത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നത്. അപ്പം ഇനി എന്ത് ചെയ്താൽ നമുക്ക് ജോലി കിട്ടും, അല്ലെങ്കിൽ തുടർന്ന് പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാണേലും എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതായത് MA-PC പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇത് ഉപകാരപ്പെടും. പഠിച്ച് ഇറങ്ങിയിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ നിൽക്കുന്ന ആളുകൾക്കും ഇത് ഉപകാരപ്പെടും. അപ്പം നമ്മളിപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി ചെല്ലുമ്പം നമ്മൾ പ്രധാനമായിട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് RCAയുടെ ലൈസൻസ് ഉണ്ടോ എന്നുള്ള ചോദ്യം. കാരണം RCAയുടെ ലൈസൻസ് ഇല്ലാതെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ RCAയുടെ ലൈസൻസ് ഉള്ളവർക്കാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക എന്നുള്ള ജോലി കിട്ടാനായിട്ട്. അല്ലെങ്കിൽ രണ്ടാമത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വെച്ചാൽ, നിങ്ങൾ ഡിസ്റ്റൻ്റായിട്ടാണ് പഠിച്ചത്, നിങ്ങൾ റെഗുലറായിട്ട് പഠിച്ചിരുന്നത് ഞങ്ങൾ ജോലി തരാമെന്നുള്ള. അപ്പം എങ്ങനെ നമുക്ക് ഒരു ജോലി നേടിയെടുക്കാൻ പറ്റും ഈ ഇഗ്നോയുടെ കോഴ്സിന് ശേഷം എന്നുള്ള, നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ ഒന്ന് രണ്ട് കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം MPhil ഇൻ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞ കോഴ്സുണ്ട്, MPhil ഇൻ റീഹാബിലിറ്റേഷൻ സൈക്കോളജി ഉണ്ട്, PG ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ സൈക്കോളജി ഉണ്ട്, PG ഡിപ്ലോമ ഇൻ റീഹാബിലിറ്റേഷൻ സൈക്കോളജി ഉണ്ട്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ചൈൽഡ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്ന ഫാമിലി കൗൺസിലിംഗ് എന്ന് പറയുന്നൊരു കോഴ്സുണ്ട്. അപ്പോൾ ഇങ്ങനെ RCAയുടെ ലൈസൻസ് കിട്ടാൻ വേണ്ടി പാകത്തിനുള്ള ഒരുപാട് കോഴ്സുകൾ നമുക്കുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്കെങ്കിലും RCA എന്താണെന്ന് അറിയത്തില്ല. RCA എന്ന് പറഞ്ഞാൽ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇത് ഒരു ലൈസൻസിങ് ഏജൻസിയാണ്. അപ്പം ഇന്ത്യ ഗവൺമെൻറ്റിന് കീഴിലുള്ള ഒരു ലൈസൻസിങ് ഏജൻസിയാണ്. ഇവരാണ് എന്ത് ചെയ്യും, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റുകൾക്ക് ഒരു നിശ്ചിത കോഴ്സ് പ്രൊവൈഡ് ചെയ്തതിന് ശേഷം ആ കോഴ്സ് ചെയ്ത ആളുകൾക്ക് ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം RCA അംഗീകരിച്ചിട്ടുള്ള കോഴ്സുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വതന്ത്രമായിട്ട് ക്ലിനിക്കുകൾ ഇടാനും അതുപോലെ തന്നെ അവിടെ കൗൺസിലിംഗ് അടക്കമുള്ള തെറാപ്പി അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കാനും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈക്കോളജിയിൽ നമ്മൾ ഈ കൗൺസിലിംഗ് ഫീൽഡിലേക്കാണ് പോകുന്നതെങ്കിൽ ഏറ്റവും അധികം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഈ RCA, അതിൻ്റെ ലൈസൻസിങ്ങിൻ്റെ അതിൻ്റെ സാധ്യതകളെ സംബന്ധിച്ച്. ഓക്കെ. അപ്പം ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള കോഴ്സുകൾ നമുക്ക് മുന്നിലുണ്ട്. ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. ചില ആളുകൾക്ക് ഈ കൗൺസിലിംഗ് ഫീൽഡ് താല്പര്യമില്ലായിരിക്കാം. അവർക്ക് കുറേ കൂടി താല്പര്യം എന്ന് പറഞ്ഞാൽ റിസർച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് PhDക്ക് പോകാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാവുന്നേ ഉള്ളൂ. അപ്പം ഇതിനെ സംബന്ധിച്ചുള്ള കുറച്ചും കൂടെ ഒരു വിശദീകരണമാണ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് ചെയ്യുന്ന ഓരോ കോഴ്സും ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ത്, ഡിസഡ്വാൻറ്റേജ് എന്ത്. ചില ആളുകൾക്കെങ്കിലും ഇതൊക്കെ പോയി റെഗുലറായിട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവർക്കെങ്ങനെ ഇത് ഡിസ്റ്റൻ്റായിട്ട് തന്നെ ഇത്തരം RCAയുടെ കോഴ്സുകൾ ഡിസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമതായിട്ട് നമ്മൾ ജോലികളെ സംബന്ധിച്ചാണ് പറയാണ്ടി പോകുന്നത്. നിങ്ങൾ MA സൈക്കോളജി ഇഗ്നോയിൽ നിന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗവൺമെൻറ് PSCകളുണ്ട്, അവിടെ ടെസ്റ്റ് എഴുതാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ പ്രൈവറ്റായിട്ടുള്ള ജോലികൾക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ലിങ്കിൻ അങ്ങനെയുള്ള നൗക്കറി പോലുള്ള സൈറ്റുകളിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ സംബന്ധിച്ച് അവർ പറയുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ചൈൽഡ് കെയർ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതായത് എന്താ പറയുക, കുട്ടികളെ ഇപ്പം ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന ചൈൽഡ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ചൈൽഡ് ട്രെയിനിങ് സെൻറ്ററുകൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇത്തരം മേഖലകളിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യത നിലവിലുണ്ട്. കാരണം ഇങ്ങനെയുള്ള ചൈൽഡ് കെയർ സെൻറ്ററുകളിൽ സൈക്കോളജിസ്റ്റിനെ ആവശ്യമുണ്ട്. പക്ഷേ എന്നാൽ വേണ്ട വിധത്തിലുള്ള സൈക്കോളജിസ്റ്റുകൾ നമുക്ക് നമ്മുടെ നാട്ടിൽ ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ സമീപിക്കുന്നത്
ജോലിക്ക് കിട്ടാനായിട്ടുള്ള സാധ്യത വർദ്ധിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മറ്റ് കോഴ്സുകളിലേക്കൊന്നും പോകാൻ വേണ്ടി പറ്റുന്ന സാഹചര്യം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു. ഇനി അതല്ല, നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലിയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് PSC എഴുതാൻ വേണ്ടി പറ്റും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന നമ്മുടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവിടെ സൂപ്പർവൈസ് പോസ്റ്റിലേക്ക് സ്ത്രീകൾക്കാണ് അപേക്ഷിക്കേണ്ടി പറ്റുന്നത്. ആ പോസ്റ്റിലേക്ക് നമുക്ക് അപേക്ഷിക്കുകയും എക്സാം എഴുതുകയും അവിടെ ജോലിക്ക് കയറുകയും ചെയ്യാനായിട്ട് സാധിക്കും. ഇനി പല സ്ഥലങ്ങളിലും ഇഗ്നോയിൽ നിന്ന് പാസ്ഔട്ടായതിനു ശേഷം കൗൺസിലിംഗ് നടത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ ഏതെങ്കിലും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെ കീഴിലൊക്കെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകളുടെ കീഴിലൊക്കെ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവർ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ നമ്മുടെ ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്ത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയി ഇൻറ്റേൺഷിപ്പ് ചെയ്യും. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്തതിന് ശേഷം അവിടെ ഉണ്ടാകുന്ന ബന്ധങ്ങൾ വെച്ച് അവരേതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് വേണ്ടി പ്രവേശിക്കുന്ന രീതികളുണ്ട്. അങ്ങനെ നമുക്ക് ചെയ്യേണ്ടി പറ്റും. അതല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, ചില സ്ഥലങ്ങളിൽ പെയ്ഡല്ല, ഒരു 6 മാസത്തേക്കെങ്കിലും ഇൻറ്റേൺഷിപ്പിന് വേണ്ടി ആളുകളെ വിളിക്കാറുണ്ട്. ഇപ്പം എൻ്റെ 1-2 സുഹൃത്തുക്കൾ ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ ജോലിക്കല്ല ഇൻറ്റേൺഷിപ്പിന് വേണ്ടി കയറിയിട്ടുണ്ട്. 6 മാസത്തെ ഇൻറ്റേൺഷിപ്പാണ്. അതിനുശേഷം അവർക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഷോർട്ട് ടൈം കോഴ്സുകളുണ്ട്. ഇപ്പം MG യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു ഷോർട്ട് ടൈം കോഴ്സുണ്ട്. അങ്ങനെയുള്ള ഒരു 3 മാസത്തെ കോഴ്സാണ്. അങ്ങനെയുള്ള കോഴ്സുകളും അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പുകളും ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ജോലിക്ക് പ്രവേശിക്കാനായിട്ട് അല്ലെങ്കിൽ ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പം മറ്റുള്ളവരെക്കാൾ കൂടുതൽ ജോലി സാധ്യത നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് മുന്നിലുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ജോലിക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല ഇഗ്നോയുടെ തന്നെ ഹയർ സ്റ്റഡീസ് തന്നെ ഇതിനകത്തുണ്ട്. അത് നമുക്ക് നോക്കാവുന്നതാണ്. പിന്നെ 1 ഇയർ കോഴ്സുകൾ പല യൂണിവേഴ്സിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ 1 ഇയർ കോഴ്സുകളുണ്ട്. അതെന്താണ്, PG ഡിപ്ലോമയും കൗൺസിലിംഗ് സൈക്കോളജി എന്നൊക്കെ പറഞ്ഞാണ് അതിൻ്റെ പേര്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. MG യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ 1 ഇയർ കോഴ്സ് ഉണ്ട്. അതൊക്കെ എന്ന് പറയുമ്പം വീക്കെൻഡുകളിൽ മാത്രമേ റെഗുലർ ക്ലാസ് ഉണ്ടായിരിക്കത്തുള്ളൂ. 1 വർഷത്തെ കോഴ്സായിരിക്കും ഉണ്ട്. അപ്പോൾ ഇത്തരം കോഴ്സുകൾ ചെയ്തതിന് ശേഷവും വേണമെങ്കിൽ നമുക്ക് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. അപ്പം വീണ്ടും നമുക്ക് ജോലി സാധ്യത കിട്ടാൻ വേണ്ടിയുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഈ ജോലിയെ സംബന്ധിച്ച് ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി അല്ലാതെ മറ്റ് ഫീൽഡുകളും കൂടിയുണ്ട് സൈക്കോളജിയിൽ. ഇപ്പം കൗൺസിലിങ്ങോ അല്ലെങ്കിൽ തെറാപ്പിയോ അല്ലാണ്ട് തന്നെ വേറെ ഒരുപാട് ഫീൽഡുകൾ സൈക്കോളജി തന്നെയുണ്ട്. ഇപ്പം പറയുകയാണെങ്കിൽ ഫോറൻസിക്, ക്രിമിനൽ സൈക്കോളജി, അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. പക്ഷേ കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം ഇതിന് വലിയ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. ഇപ്പോൾ ഫോറൻസിക് സൈക്കോളജി ആണെങ്കിലും ക്രിമിനൽ സൈക്കോളജി ആണെങ്കിലും ഇതിനൊന്നും വലിയ സാധ്യതകളില്ല. അപ്പം ഇതിൻ്റെ വേണം നമുക്ക് കോഴ്സുകൾ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ കോഴ്സുകളും കേരളത്തിനകത്ത് വളരെ കുറവാണ്. ഉണ്ടോയെന്ന് തന്നെ എനിക്ക് സംശയമാണ്. കേരളത്തിന് വെളിയിൽ ഇപ്പം നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി ഉണ്ട്, ഗുജറാത്തിലാണ്. അവിടെ ഈ ക്രിമിനൽ സൈക്കോളജിയിലോ അല്ലെങ്കിൽ ഫോറൻസിക് സൈക്കോളജിയിലോ നമുക്ക് കോഴ്സുകൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് എനിക്ക് തോന്നുന്നു ഈ മെയ് ജൂൺ മാസങ്ങളിലാണ് വിളിക്കുന്നതെന്ന് തോന്നുന്നു. ആ സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു 1 ഇയർ കോഴ്സാണ്, അത് നമുക്ക് ചെയ്യേണ്ടി പറ്റും. അത് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ബാംഗ്ലൂർ, കേരളത്തിന് വെളിയിൽ പല സ്ഥലങ്ങളിലും വർക്കിങ്ങിന് വേണ്ടി ഇപ്പം ഫോറൻസിക് സൈക്കോളജിസ്റ്റായിട്ടൊക്കെ കയറാൻ വേണ്ടി പറ്റും. പിന്നെ മറ്റൊരു ഫീൽഡാണ് ടീച്ചിങ് ഫീൽഡ്. നിങ്ങൾക്ക് ടീച്ചിങ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ നമുക്ക് പല സ്ഥാപനങ്ങളിലും വേക്കൻസി വരുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാനും അവിടെ കയറാനായിട്ടുമുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ ജോലി സംബന്ധമായിട്ടുള്ള ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ. ഇനി അതല്ല, നിങ്ങൾക്ക് തുടർന്ന് കുറച്ചും കൂടെ പഠിച്ചതിന് ശേഷമാണ് ജോലി നോക്കുന്നുള്ളൂ എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യണമെന്ന് വിചാരിക്കുക. കുറച്ചും കൂടെ മെച്ചപ്പെട്ട ശമ്പളം കിട്ടുന്ന, കുറച്ചും കൂടെ സ്വാതന്ത്ര്യമുള്ള ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് MPhil ഇൻ ക്ലിനിക്കൽ സൈക്കോളജിയോ MPhil ഇൻ റീഹാബിലിറ്റേഷൻ സൈക്കോളജിയോ അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ നോക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം ജോലി നോക്കുന്ന ആളുകൾക്ക് കൂടിയും ഈ പറയുന്ന ഈ കോഴ്സുകൾ നോക്കുന്നതിനകത്ത് യാതൊരു തെറ്റില്ല. അതെന്തുകൊണ്ടെന്ന് പറയാം. ഇപ്പോൾ MPhil ഇൻ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. ഏറ്റവും അധികം ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ഫീൽഡും കൂടിയാണ് MPhil ഇൻ ക്ലിനിക്കൽ സൈക്കോളജി. അപ്പോൾ നമ്മൾ RCA അംഗീകരിച്ചിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളിൽ നമുക്ക് MPhil ഇൻ ക്ലിനിക്കൽ സൈക്കോളജിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ എന്നാൽ നമ്മൾ ഡിസ്റ്റൻ്റായിട്ടാണ് പഠിക്കുന്നത് കൊണ്ട് തന്നെ ചില സ്ഥാപനങ്ങളെങ്കിലും നമ്മളെ എടുക്കാതിരിക്കുന്ന സാധ്യതയുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നമുക്കങ്ങനെ പറയാൻ വേണ്ടി പറ്റുന്ന സ്ഥാപനങ്ങളെന്ന് പറഞ്ഞാൽ ഇഗ്നോക്കാരെ എടുക്കുന്ന സ്ഥാപനമാണ് അമൃത. പക്ഷേ 10 ലക്ഷം രൂപ ഫീസുണ്ട്, അത് കൊടുക്കേണ്ടി വരും.
അത് കൊടുത്ത് വേണം നമുക്കവിടെ ചേർന്ന് പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ വേറൊരു സ്ഥാപനമാണ് എംഫിൽ ഇൻ ക്ലിനിക്കൽ സൈക്കോളജി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇംഹാൻസ് ഉണ്ട്. IM ആണ്, ഇംഹാൻസ് ആണ്, നിംഹാൻസ് അല്ല, ഇംഹാൻസ്. കേരളത്തിൽ തന്നെ കോഴിക്കോടുള്ള സ്ഥാപനമാണ്. പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻ്റായിട്ട് പഠിച്ച ആളുകളെ അവർ എടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ചോദിച്ചു നോക്കാം. നിങ്ങൾ വേണം പേഴ്സണലി അവരെ വിളിക്കുക. ഈ ഡിസംബർ മാസത്തിലാണ് അവിടുത്തെ അഡ്മിഷനൊക്കെ നടക്കുന്നത്. അവരെ വിളിച്ച് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നേരിട്ട് തന്നെ നിങ്ങൾക്ക് സംസാരിക്കാം. ചിലപ്പോൾ അവരെ എടുത്തെന്നും വരും. ഓക്കെ, അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് കേരളത്തിന് വെളിയിൽ പോകാൻ വേണ്ടി പറ്റും. നിങ്ങൾക്കൊരു സ്റ്റൈപ്പൻഡോട് കൂടി പഠിക്കാനാണെങ്കിൽ നിരവധിയായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നിംഹാൻസ് ഉണ്ട് ബാംഗ്ലൂർ. അവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മൾ എൻട്രൻസ് ഉണ്ട്. ആ എൻട്രൻസ് ചെയ്ത് കിട്ടുവാണെങ്കിൽ 25 രൂപ പെർ മന്ത് സ്റ്റൈപ്പൻഡോട് കൂടി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ഇനി അതല്ലെങ്കിൽ ഇവിടെ റാഞ്ചിയിൽ 2 സ്ഥാപനങ്ങളുണ്ട്. CIP റാഞ്ചി ഉണ്ട്, റിംപാസ് ഉണ്ട്. അവിടങ്ങളിൽ എംഫിൽ ക്ലിനിക്കൽ സൈക്കോളജി നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. 25 രൂപ തന്നെ നിങ്ങൾക്ക് സ്റ്റൈഫൻഡായിട്ട് പെർ മന്ത് കിട്ടും. ഇനി ഡൽഹിയിലുണ്ട്. ഡൽഹിയിൽ നിന്ന് ഇബാസ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെ 25 രൂപ സ്റ്റൈഫൻഡ് ഉണ്ട്. പിന്നെ RLM എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഗുരു ഗോവിന്ദ് സിംഗ് ഇന്ദ്രപ്രസ്ഥ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്നതാണ് RML എന്ന് പറയുന്നത്. റാം മനോഹർ ലോഹ്യ ഹോസ്പിറ്റൽ എന്ന് കണ്ട അതിൻ്റെ പേര്, മെഡിക്കൽ കോളേജ് എന്ന് കണ്ട അതിൻ്റെ പേര്. അവിടെ നിങ്ങൾക്ക് എംഫിൽ ഇൻ ക്ലിനിക്കൽ സൈക്കോളജിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഡിസ്റ്റൻറ്റ് പഠിച്ച ആൾക്കാരെ അവിടെ എടുക്കും. അവിടെ 10,000 രൂപയാണ് സ്റ്റൈപ്പൻഡായിട്ട് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നിരവധിയായിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് എംഫിൽ കോഴ്സുകളെ സംബന്ധിച്ച് അവിടെ കിട്ടുന്ന സ്റ്റൈഫൻഡിനെ സംബന്ധിച്ചുമൊക്കെ അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പോൾ എംഫിൽ ഇൻ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത് 2 വർഷത്തെ ഒരു കോഴ്സാണ്. അത് നമുക്ക് പഠിച്ചിറങ്ങുമ്പോൾ തന്നെ RCAയുടെ ലൈസൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ ലൈസൻസ് കിട്ടിയാൽ തന്നെ നമുക്ക് സ്വതന്ത്രമായിട്ട് ക്ലിനിക്കുകൾ സ്റ്റാർട്ട് ചെയ്യാനും അവിടെ നമുക്ക് പേഷ്യൻസിനെ അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻസിനെ അറ്റൻഡ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കോഴ്സാണ് ഈ എംഫിൽ ഇൻ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്ന കോഴ്സ്. ഇനി ഒരുപാട് ദൂരത്ത്, കേരളത്തിന് വെളിയിൽ ഒരുപാട് ദൂരത്തേക്ക് പോകാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ കേരളത്തിനടുത്ത് തന്നെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ SRM എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെയൊക്കെ ഡിസ്റ്റൻ്റായിട്ട് പഠിച്ചവരെ എടുക്കുന്നതാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം 5 ലക്ഷം രൂപയും കണ്ടാണ് ഇത് ഫീസ് വരുന്നത്, 2 വർഷത്തേക്കും കൂടെ ചേർത്ത്. അപ്പോൾ അവിടേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി അടുത്ത കാര്യമാണ്, ഇപ്പോൾ 2 വർഷത്തെ കോഴ്സാണ് എംഫിൽ ഇൻ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞത്. ഇനി അതല്ലാതെ PG ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്ന 1 വർഷത്തെ കോഴ്സുണ്ട്. ഈ കോഴ്സിന് അത്ര വലിയ സ്റ്റൈഫൻഡ് ഒന്നും കിട്ടത്തില്ല. പക്ഷേ എങ്കിലും ഒരുപാട് സ്ഥലങ്ങൾ, 1-2 സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ഇപ്പോൾ കർണാടകയിലോ അവിടെയൊക്കെ ഇതിൻ്റെ കോഴ്സുകളുണ്ട്. അവിടെയൊക്കെ വേണം നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി അടുത്താണ് റീഹാബിലിറ്റേഷൻ സൈക്കോളജി എന്ന് പറയുന്ന ഫീൽഡ്. റീഹാബിലിറ്റേഷൻ സൈക്കോളജിയിൽ ഒരുപാട് വേക്കൻസികൾ ആവശ്യമുണ്ട്, നമ്മുടെ നാട്ടിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയുണ്ട്. പക്ഷേ കുട്ടികളൊന്നും അങ്ങനെ റീഹാബിലിറ്റേഷൻ സൈക്കോളജിയുടെ ഫീൽഡിലേക്ക് പോകുന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു ഫീൽഡിൽ ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട്. കൃത്യമായിട്ട് അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ സംബന്ധിച്ച് എനിക്ക് അറിയത്തില്ല. നമ്മുടെ ഇപ്പം ഇഗ്നോയിൽ പഠിച്ചിറങ്ങിയ ആളുകൾക്ക് തന്നെ ഇപ്പോൾ ഗുവാഹട്ടി യൂണിവേഴ്സിറ്റിയിൽ, അവിടെയുള്ള യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ എംഫിൽ ഇൻ റീഹാബിലിറ്റേഷൻ സൈക്കോളജിക്കും അല്ലെങ്കിൽ PG ഡിപ്ലോമ ഇൻ റീഹാബിലിറ്റേഷൻ സൈക്കോളജിക്കൊക്കെ ജോയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ RCAയുടെ ലൈസൻസ് കിട്ടാൻ വേണ്ടിയുള്ള കോഴ്സുകളാണ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോലി സാധ്യത ഉറപ്പുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം ഒന്ന് എംഫിൽ ഇൻ ക്ലിനിക്കൽ സൈക്കോളജി ഫീൽഡുണ്ട്, റീഹാബിലിറ്റേഷൻ സൈക്കോളജി ഫീൽഡുണ്ട്. പിന്നെ നിങ്ങൾക്ക് കൗൺസിലിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ചൈൽഡ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു RCAയുടെ അംഗീകരിച്ചിട്ടുള്ള കോഴ്സുകളുണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെ വളരെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ മാത്രമേ ഇത് കൊടുക്കുന്നുള്ളൂ. അപ്പം അത് കേരളത്തിന് വെളിയിലാണ് എല്ലാം തന്നെ പറയുന്നത്. എല്ലാ സ്ഥാപനങ്ങളും കേരളത്തിന് വെളിയിലാണ്. കേരളത്തിനകത്ത് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടങ്ങളിൽ പോയി നിങ്ങൾക്ക് ഈ കോഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി അതല്ല, വേറെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ PhD എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. PhD നമുക്ക് 2 രീതി ചെയ്യാം. ഒന്നെങ്കിൽ നെറ്റ് എഴുതി കയറാം, അല്ലെങ്കിൽ ഗേറ്റ് എഴുതി കയറാം. ഗേറ്റ് എഴുതി കയറുമ്പം IITകളിലൊക്കെയാണ് നമുക്ക് കയറാൻ വേണ്ടി പറ്റുന്നത്. അവിടെ പെർ മന്ത് 35 രൂപയൊക്കെ 30 രൂപയൊക്കെ നമുക്ക് സ്റ്റൈഫൻഡായിട്ട് കിട്ടി നമുക്ക് PhD ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം IIT എവിടെയാണ്, മദ്രാസ് ഉണ്ട്, അങ്ങനെയുള്ള കുറേ അധികം IITകളിൽ ഇപ്പം സൈക്കോളജിയിൽ നമുക്ക് ഗേറ്റ് എഴുതി കയറാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളും കൂടെ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി പറ്റുന്ന. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ നെറ്റ് എഴുതാൻ വേണ്ടി പറ്റും. ഇപ്പം നെറ്റ് തന്നെ 3 കാറ്റഗറി ആക്കിയിട്ടുണ്ട്: നെറ്റ് 1, നെറ്റ് 2, നെറ്റ് 3. അപ്പോൾ നെറ്റ് 3 ആണെങ്കിൽ കിട്ടിയെങ്കിൽ കൂടിയും നമുക്ക് ആ ഒരു
നെറ്റിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പല സ്ഥലങ്ങളിൽ PhDക്ക് പ്രവേശനം ലഭിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കത് ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല. കാരണം നെറ്റാണ് അതിൻ്റെ മാനദണ്ഡം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ റെഗുലറായിട്ടാണോ അല്ലയോ എന്നുള്ളത് അവിടെ നോക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ നമുക്ക് കേരളത്തിനകത്ത് തന്നെ PhD ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ കേരളത്തിന് വെളിയിൽ നിങ്ങൾക്ക് PhD ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ന്യൂറോ സൈക്കോളജിയാണ് താല്പര്യമെങ്കിൽ, ചില ആൾക്കാരെങ്കിലും പറയാറുണ്ട് ന്യൂറോ സൈക്കോളജി താല്പര്യമുണ്ട്. ന്യൂറോ സൈക്കോളജി താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും MPhil ക്ലിനിക്കൽ സൈക്കോളജി ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ന്യൂറോ സൈക്കോളജിയിൽ പോകാൻ വേണ്ടി പറ്റും. അതല്ല ഡയറക്റ്റായിട്ട് ന്യൂറോ സൈക്കോളജി ചെയ്യാനാണ് താല്പര്യമെങ്കിൽ എയിംസിൽ PhD ന്യൂറോ സൈക്കോളജി ഉണ്ട്. എയിംസ് എന്ന് പറഞ്ഞാൽ ഡൽഹിയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ നിങ്ങൾക്ക് പോയി ഈ പറയുന്ന ന്യൂറോ സൈക്കോളജിയിൽ PhD ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നിരവധി ഓപ്ഷൻസ് നമുക്കുണ്ട്. ഇതുകൂടാതെ തന്നെ RCI അംഗീകരിച്ചിട്ടുള്ള B.Ed കോഴ്സുകളുണ്ട്, അത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ലെങ്കിൽ ഓട്ടിസവും അതുപോലെയുള്ള വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകളൊക്കെ RCI ലൈസൻസിങ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ ഉണ്ട്, അത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം ഇവിടെ നിഷിൽ പുതിയ MPhil റീഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ടൊരു കോഴ്സ് തുടങ്ങുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അതല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നിലവിൽ PG ഡിപ്ലോമ ഇൻ റീഹാബിലിറ്റേഷൻ സൈക്കോളജിയുടെ കോഴ്സുകളുണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടി പറ്റും. ഇതൊക്കെ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ആ കോഴ്സ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് കുറച്ചും കൂടെ ജോലി ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കുന്നതാണ്. അതല്ല നിങ്ങൾക്ക് നിലവിലാണ് ജോലിക്ക് പോകുന്നതെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതിലുള്ള വഴികൾ നോക്കുക. അല്ല നിങ്ങൾക്ക് വീണ്ടും പഠിച്ചതിന് ശേഷം പോകാനാണെങ്കിൽ ഞാൻ പറഞ്ഞ മറ്റ് വഴികൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇതല്ലാണ്ട് ഒരുപാട് മറ്റ് സാധ്യതകളും കൂടിയുണ്ട്. അതിനെ സംബന്ധിച്ച് നമുക്ക് പിന്നീട് ഓരോ വിഷയങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം.